ബീഹാറിൽ പുതിയ എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. എൻഡിഎ യോഗത്തിൽ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിനെയും ഉപമുഖ്യമന്ത്രിയായി സമ്രാട് ചൗധരിയെയും ഐകകണ്ഠേന തെരഞ്ഞെടുത്തു. പട്നയിൽ ഗാന്ധി മൈതാനിൽ നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പട്നയിലെ ചരിത്രപ്രസിദ്ധമായ ഗാന്ധി മൈതാനിയിൽ നാളെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുതിയ എൻഡിഎ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറും ഒപ്പം മന്ത്രിമാരായി 20-ലധികം പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റ് കേന്ദ്രമന്ത്രിമാരും എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. പട്നയിൽ ചേർന്ന എൻഡിഎ യോഗത്തിൽ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിനെയും ഉപമുഖ്യമന്ത്രിയായി സമ്രാട് ചൗധരിയെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ബിജെപിയുടെ നിയമസഭാ കക്ഷിയോഗത്തിൽ കക്ഷി നേതാവായി നിലവിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന സമ്രാട് ചൗധരിയെ തെരഞ്ഞെടുത്തിരുന്നു. ശേഷം നിതീഷ് കുമാറും എൻഡിഎ നേതാക്കളും രാജ്ഭവനിലെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി. एनडीए विधानमंडल की बैठक थी जिसमें सर्वसम्मति से माननीय नीतीश कुमार जी को पुनः नेता चुना गया है. जो भी चुनौती है उस चुनौती का मुकाबला एनडीए की सरकार नीतीश कुमार जी के नेतृत्व में करती रही है. आगे भी उस चुनौती का मुकाबला करेगी और बिहार को तेज रफ्तार से आगे बढ़ाने का काम नीतीश कुमार जी और मोदी जी के संयुक्त नेतृत्व में होगा. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചും എൻഡിഎക്കുള്ളിൽ ചർച്ചകൾ പൂർത്തിയായി. പ്രധാനപ്പെട്ട വകുപ്പുകൾ ബിജെപിയും ജെഡിയുവും തന്നെ കൈകാര്യം ചെയ്യും. ചിരാഗ് പാസ്വാന്റെ എൽജെപിക്ക് 3-ഉം ജിതിൻ റാം മാഞ്ചിയുടെ എച്ച്എഎമ്മിനും ഉപേന്ദ്ര കുഷ്വായുടെ ആർഎൽഎമ്മിനും ഓരോ മന്ത്രിസ്ഥാനം വീതവും നൽകാനാണ് ധാരണ. 243 അംഗ നിയമസഭയിൽ 202 സീറ്റുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് എൻഡിഎ ബീഹാറിൽ ഭരണത്തുടർച്ച നേടിയത്. ജനം, ഡൽഹി.